ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആവർത്തന പുസ്തകം 31-ാമത്തെ വാക്യം പ്രകാരം നമ്മൾ വായിക്കുന്നു: ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. നമുക്കറിയാം, ലോകത്തിൽ ഭയമില്ലാത്തവരായിട്ട്, പേടിയില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. യുദ്ധഭീതികള് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ രാജ്യങ്ങൾക്ക് പരസ്പരം ഭയം, ഇങ്ങനെയെല്ലാം വലിയൊരു ഭയത്തിന്റെ നിഴലിലാണ് രാജ്യങ്ങളാകട്ടെ വ്യക്തികളാകട്ടെ മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് പേടിക്കേണ്ട, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട എന്ന് ഇസ്രായേലിനോട് പറയുന്ന കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ അനേക യുദ്ധങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അവരിൽ അംഗബലം വളരെ കുറവായിരുന്നു. അവരെ എതിരിട്ട രാജാക്കന്മാർ വലിയ സൈന്യത്തോടുകൂടെയൊക്കെ അവരെ ആക്രമിക്കുവാനായിട്ട് കടന്നു വന്നു. എന്നാൽ അവരുടെ ആശ്രയം രഥങ്ങളിലോ കുതിരകളിലോ ആയിരുന്നില്ല. അങ്ങനെ ആയിരുന്ന സന്ദർഭങ്ങളിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൽ അവരുടെ പൂർണ്ണ ആശ്രയം അർപ്പിക്കണം എന്നതാണ് ഇസ്രായേലിനോട് കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഇസ്രായേലിനോട് മാത്രമല്ല, എന്നെന്നും തന്റെ ജനത്തോട് ദൈവത്തിന് പറയുവാനുള്ള ദൂത് ദൈവത്തിൽ പൂർണ്ണാശ്രയം അർപ്പിക്കുക, അല്ലെങ്കിൽ ദൈവവചനത്തിൽ അത് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ആവർത്തന പുസ്തകം 20:1 പറയുന്നത്: നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട് അവിടെ കുതിരകളെയും രഥങ്ങളെയും നിന്നിലുള്ള അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവിടെയും പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 യോഹന്നാന്റെ ലേഖനം 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ വിശ്വാസം തന്നെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്രകാരം ദൈവത്തിൽ പൂർണ്ണാശ്രയം അർപ്പിച്ച്, ദൈവവചനത്തിൽ പൂർണ്ണാശ്രയം അർപ്പിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എന്തെല്ലാം അടിമുടി വിറപ്പിക്കുന്നതായ വിഷയങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ എന്തു തന്നെ വന്നിരുന്നാലും, അത് രോഗമാകട്ടെ, അല്ലെങ്കിൽ അതേപോലെയുള്ള പൈശാചികമായ എതിരുകളാകട്ടെ, ദുഷ്ടൻ എപ്പോഴും ബന്ധിക്കുവാനും തകർക്കുവാനും മുടിക്കുവാനായിട്ടുമാണ് അവൻ കടന്നു വരുന്നത്. എന്നാൽ ഇവിടെയെല്ലാം കർത്താവിനൊരു ദൈവ പൈതലിനോട് പറയുവാനായിട്ടുള്ളത്: നീ പേടിക്കേണ്ടതായ കാര്യമില്ല. അഥവാ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഈ ലോകത്തിന്റെ തത്വസംഹിതകളെ, പൈശാചിക ശക്തികളെ പൂർണ്ണമായി ജയിച്ച് മുൻപോട്ട് പോകുവാനുള്ള ആത്മബലമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് എക്കാലവും, പഴയ നിയമ ചരിത്രമെടുത്താലും പുതിയ നിയമ ചരിത്രമെടുത്താലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷത്തിലേക്കും പ്രവേശിച്ചിരിക്കുന്ന ഈ നാളുകൾ നമ്മുടെ മുൻപിൽ എന്തെല്ലാം നാം അഭിമുഖീകരിക്കണം എന്നുള്ളത് നാം ആരും അറിയുന്നില്ല. എന്നാൽ ദൈവത്തിൽ പൂർണ്ണാശ്രയം അർപ്പിച്ചു പോകുന്ന ഒരു ദൈവ പൈതലിനോട്, ഒരു കുടുംബത്തോട്, അല്ലെങ്കിൽ വ്യക്തിയോട് ഒക്കെ ദൈവത്തിന് പറയുവാനായിട്ടുള്ള ഒരു ദൂതാണ്: നീ പേടിക്കേണ്ട, ദൈവത്തിൽ തന്നെ പരിപൂർണ ആശ്രയം അർപ്പിച്ചുകൊള്ളുക. അവൻ നമ്മെ വഴി നടത്തുവാൻ മതിയായ കർത്താവാണ്. ദൈവാകരങ്ങളിൽ പൂർണ്ണമായി നമ്മെ വീണ്ടും ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.